ശ്രീമദ് ഭാഗവതം ക്ലാസ് 127. ഇന്ന് സ്കന്ധം 6-ലെ 8-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. നാരായണ കവച മന്ത്രോപദേശം. അപ്പം ഇതില് നേരത്തെ നാരായണ കവച മന്ത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒന്ന് വിസ്തരിച്ച് പറയുകയാണ്. അത് മനുഷ്യന്റെ ഭയലകറ്റാൻ ഉള്ള ഒരു മന്ത്രമായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഭയത്തെ അകറ്റുവാനുള്ള 2 വഴികൾ. പ്രധാനപ്പെട്ട വഴി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലെ ശ്രദ്ധേനെ മറ്റുള്ള ഭാഗങ്ങൾ, ശരീരഭാഗങ്ങളിലേക്ക് മാറ്റുക. അത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളമുള്ള വഴിയാണ്. മനസ്സിലെ ആ വിഷയത്തിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുക്കുക. അതിനുള്ളൊരു വഴിയാണ് ആദ്യം ഇവിടെ പറയുന്നത്. അത് പ്രാക്ടിക്കലായിട്ടുള്ള ലളിതമായ സാധാരണക്കാരനുള്ള വഴി. ഇവിടെ പരീക്ഷിച്ച് ചോദിക്കുകയാണ്, ദേവേന്ദ്രൻ ഏതൊരു വിദ്യയിലാണ് ശത്രുക്കളെ കീഴടക്കി 3 ലോകത്തിൻ്റെയും ഐശ്വര്യം തിരിച്ചു പിടിച്ചത്? ശ്രീനാരായണ സ്വരൂപമായ ആ കവചം എനിക്ക് ഉപദേശിച്ചു തരിക എന്ന് പരീക്ഷിച്ച് പറയുകയാണ്. 1-ലും 2-ലും. അപ്പോൾ 3-ലെ ശ്രീ സുഖൻ പറയുകയാണ്, പുരോഹിതനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വരൂപൻ അദ്ദേഹത്തെ പുരോഹിതനായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ദേവേന്ദ്രന് അനുസരണയുള്ള ദേവേന്ദ്രൻ അനുസരണയോടുകൂടി തന്നെയാണ് ഗുരുവിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ചോദിച്ചത്. അപ്പം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ നാരായണ മന്ത്രം, ഈ നാരായണ സംബന്ധമായ മന്ത്രം കവചത്തെ ഉപദേശിച്ചു. ഇനി അതിനെപ്പറ്റി പറയാം. ആ കവചം ധരിക്കുക എന്ന് പറയുമ്പോൾ മാനസികരമായിട്ടുള്ള ചില, നമ്മൾ വേറെ യോഗയിൽ പഠിച്ചിട്ടുണ്ട്, മനസ്സ് ഏകാഗ്രമായിട്ട് മനസ്സിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ചില കർമ്മങ്ങൾ ചെയ്യാൻ പറയുക. അവിടെ തൊടുക, ഇവിടെ തൊടുക എന്നുള്ള. അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ ആ ശ്രദ്ധയോടുകൂടി ആ മന്ത്രത്തിൽ പറയുന്ന മാതിരി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആ വിഷയത്തിൽ നിന്ന് മാറും. 4, 5, 6 പറയുകയാണ്, ഭയം നേരിടുന്ന അവസരത്തിൽ കയ്യും കാലും എല്ലാം ശുദ്ധമാക്കിയിട്ട്, കയ്യും മാത്രം കാലുമൊന്നുമല്ല, മുഴുവൻ കുളിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ശുദ്ധി വരുത്തി പവിത്രമിട്ട് വടക്ക് നോക്കിയിരുന്ന് അഷ്ടാക്ഷരം പിന്നെയോ ദശാക്ഷരം എന്നീ മന്ത്രങ്ങൾ അംഗന്യാസവും കരന്യാസവും യഥാക്രമം ചെയ്യുക. അപ്പം ചെയ്യുന്നതിന് ഒരു ക്രമമുണ്ട്. അതിനെപ്പറ്റി അടുത്തതിലാണ് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം വേണം? അഷ്ടാക്ഷര മന്ത്രവും ചൊല്ലണം, ദ്വാദശാക്ഷര മന്ത്രവും ചൊല്ലണം. അതെന്താണെന്നും അടുത്തതിൽ പറയുന്നു. വാക്കൊതുക്കമുണ്ടാകണം. അധികം സംസാരിക്കാനൊന്നും നിൽക്കാതെ, അതായത് വായി അടക്കിക്കൊണ്ടുവേണം ഇതെല്ലാം ചെയ്യാൻ. ആഭ്യന്തര ശുദ്ധി വരുത്തണം. ബാഹ്യവും ആഭ്യന്തരവുമായ ശുദ്ധി വരുത്തണം. എപ്പോഴും ഭയം നേരിടുന്ന അവസ്ഥയിൽ ബാഹ്യശുദ്ധി കുളി തന്നെയാണ്. ആന്തരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഏകാഗ്രമാക്കണം. തുടർന്ന് നാരായണ രക്ഷാ കവചത്തെ ധരിക്കണം. ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്ഷനിലാണ്. പിന്നെ ആ ഭയമൊന്നും നമ്മളെ പിടിപെടാതെ ഇരിക്കുക. കവചം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാതെ അത് എടുത്തിട്ട് ആ മാത്രം എടുത്തിട്ട് ഇങ്ങനെ കവചന്മാര് ധരിക്കാനൊന്നുമില്ല. അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ പറയുന്ന തരത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു കവചമായിട്ട്
ആക്ട് ചെയ്യും എന്ന അർത്ഥേ ഉള്ളൂ. അല്ലാതെ അതൊരു വേറെ കവചം ധരിക്കാനോ ഇങ്ങനെ കൈമക്കെട്ടി നടക്കേണ്ട സാധനമൊന്നുമല്ല. ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഇതാണ് അഷ്ടാക്ഷര മന്ത്രം. ആ അക്ഷരങ്ങളെ യഥാക്രമം ഇനി പറയുന്ന ക്രമത്തിൽ 8 അക്ഷരങ്ങളാണ് 8 അവയവഭാഗങ്ങളിൽ വിന്യസിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തൊട്ടുകൊണ്ട് വേണം നമ്മൾ ചൊല്ലേണ്ടത്. ഈ അക്ഷരം പറയുമ്പോൾ, ഈ 8 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ പറയുന്ന ക്രമത്തിൽ തന്നെ എവിടെയെല്ലാം തൊടേണ്ടത്? പാദം, കാൽമുട്ട്, തുട, ഉദരം, ഹൃദയം, മാർവിടം, മുഖം, ശിരസ്. അപ്പൊ ഇത്രയും സ്ഥലത്ത് വേണം വിന്യസിക്കേണ്ടത്. അപ്പോൾ ഓരോ അക്ഷരവും പറയുമ്പോൾ അവിടെ ആ ക്രമത്തിൽ തന്നെ ചെയ്യണം. ആ ക്രമത്തിൽ ഇപ്പം ചെയ്യണമെങ്കിൽ നമ്മളെ മനസ്സിൽ നിന്ന് പിന്നെ ഭയമൊന്നും വന്നാലും ചിന്തിക്കാൻ നേരെയില്ല. നമ്മളെ ശ്രദ്ധ ശരീരത്തിൻ്റെ കാല് തൊട്ട് തല വരെ. ഇപ്പം ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരുന്നാലാണ് സൗകര്യം. ഭയം തന്നെ പോകും. ആ ചെയ്യുന്ന ആ ക്രമത്തിൽ വരുമ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മറ്റുള്ളവരൊന്നും ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല, മനസ്സിന് ശാന്തത കിട്ടും. എല്ലെങ്കിലൊന്നും വേണ്ട, നമ്മൾ കണ്ണും കൂട്ടി ഇരുന്നിട്ട് ഏതൊക്കെ ഒരു ബിന്ദുവിൽ മനസ്സിന് അതൊന്നും നടക്കുന്ന കാര്യമല്ല, സാധാരണക്കാരനാണ്. അതുകൊണ്ടാണ് വേറെ വഴിയെല്ലാം ഇത്തരത്തിലുള്ള ചില വഴികളെല്ലാം പറഞ്ഞു തരുന്നു. ഇനി അതിനുശേഷം അപ്പോൾ അഷ്ടാക്ഷര മന്ത്രം ചൊല്ലി ആ ക്രമത്തിൽ ചെയ്യണം. ഇനി ദ്വാദശാക്ഷര മന്ത്രം കൊണ്ട് ഇനിയിപ്പം ദശാക്ഷര മന്ത്രം കൊണ്ട് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ മന്ത്രം എന്ന് പറയുന്നത് ഓ നമോ ഭഗവതേ വാസുദേവായ, 12 അക്ഷരം. ഈ 12 അക്ഷരം നമ്മൾ വിരലുകളിലാണ് സ്പർശിക്കുന്നത്, വിരലിൽ സങ്കല്പിച്ചു കൊണ്ടാണ് വിന്യസിക്കുന്നത്. അപ്പം വലതേ കയ്യിൽ നിന്ന് തുടങ്ങിയാൽ നമുക്ക് 5 വിരലും, ഇടതേ കയ്യിൽ 5 വിരലും ഉണ്ട്. അപ്പം 5 5 10 ആവുള്ളൂ. അപ്പോൾ ഓരോ വിരൽ തുടങ്ങിയിട്ട് 10 ആയി കഴിഞ്ഞാൽ പിന്നെ 2 എണ്ണം ഉണ്ടല്ലോ, അത് ഈ തള്ളവിരലിൻ്റെ മധ്യത്തിലാക്കിയാൽ മതി. തള്ളവിരലിൻ്റെ മധ്യമാകുമ്പോൾ അപ്പം 2ലും ഉണ്ടായാൽ എത്രയും 12 ആയി. അപ്പം ഇങ്ങനെ ആ മന്ത്രം കൊണ്ട് വിന്യസിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഒരു മന്ത്രം. ഇനി മൂന്നാമതൊരു മന്ത്രവും കൂടി പറയുന്നുണ്ട്, വേണ്ടിക്ക് അതും കൂടി വെച്ചിട്ടും ചെയ്യാം. ഓ വിഷ്ണുവേ നമ ഇതി എന്ന മന്ത്രം. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ വേറൊരു തരത്തിൽ വിന്യസിക്കുകയാണ്. അതെന്ന് പറയുമ്പോൾ ഓം എന്നത് സ്റ്റാർട്ടിങ് ഹൃദയമാണല്ലോ. അപ്പൊ ഹൃദയത്തിലും ശിരസിൽ ബിയും മൂർധാവിലെ ക്ഷായി ന്യസിക്കണം. ശിഖിരത്തിൽ ന, നേത്രത്തില് വേ, എല്ലാ സന്ധികളിലും ന എന്ന അക്ഷരത്തെയും ന്യസിക്കുക. എന്നിട്ട് അവസാനമായി മാ എന്ന അഷ്ടമന്ത്രം, മായനെ അഷ്ടമന്ത്രമായി നമ എന്നുള്ള അവസാനം മാ വരുന്നുണ്ടല്ലോ, അഷ്ടമന്ത്രമായി സങ്കല്പിച്ചിട്ട് ഫട്ട് അവസാനമായും സകല എല്ലാ ദിക്കുകളിലും വിന്യസിക്കണം. ദിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റും വന്നിട്ടുണ്ട്, ദിക്കുകളുടെ അധിപന്മാരുണ്ട്. ആ ദിക്കുകളെ സങ്കല്പിക്കുക. അങ്ങനെയാണ് ആ മന്ത്രം അവസാനിപ്പിക്കേണ്ടത്. അതിനുശേഷം 11 പറയുകയാണ്, എല്ലാ ഐശ്വര്യങ്ങളുടെയും നിധി എന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിനെ എന്നിട്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ഇത്രയും കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പൊ ഇതൊരു പ്രിലിമിനറി വർക്കാണ്.
നമ്മൾ യോഗ എക്സസൈസ് എല്ലാം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ചെറിയ കുറച്ചെല്ലാം ചെയ്യും. എന്നിട്ട് മനസ്സിനെയും ശരീരത്തിനെ ഒന്ന് ഏകാഗ്രമാക്കിയിട്ടാണ് പിന്നെ എന്ത് വേണം, മനസ്സിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ആരുടെ? ആരെ? പരമാത്മാവിനെ. എന്നിട്ട് പറയുകയാണ്, വിദ്യ, തേജസ്, തപസ് എന്നിവയെ രൂപം കൊണ്ടതാണ് ഈ നാരായണ കവച മന്ത്രം. ഇത് ജപിക്കുക. ഇത് ജപിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ആ പരമാത്മാവിനെ, അതിൻ്റെ ശേഷം പരമാത്മാവിനെ ധ്യാനിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഭയമെല്ലാം മാറിക്കിട്ടും. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളെ മനസ്സിനെയും മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏതെങ്കിലും ചില കാര്യങ്ങളിലെല്ലാം ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ അവസാനം പരമാത്മാവിൽ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയമെല്ലാം പോകും. ഭയത്തിനൊന്നും പ്രശസ്തിയൊന്നുമില്ല. ഭയം നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. കാരണം എങ്ങനെയാണോ ലോകം പോകേണ്ടത് അതുപോലെ പോവുകയുള്ളൂ. നമ്മളൊരു നാടകത്തിൽ അഭിനയിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി. നാടകത്തിൽ നമ്മൾ പിച്ചക്കാരനും നമ്മളെ കുത്തിക്കൊല്ലുന്ന മാതിരിയല്ല, ആരെങ്കിലും കുത്തിക്കൊല്ലാൻ പോകുന്ന മാതിരിയല്ല നമ്മൾ അഭിനയിക്കും. നമുക്കൊരു പേടിയുമില്ല. അതുപോലെ ജീവിതത്തിലും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയത്തിൻ്റെ ആവശ്യം എന്താണ്? അപ്പം ഭയം നമ്മളെ ശാരീരികവും മാനസികപരമായ കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് മനസ്സിനെ നിയന്ത്രിക്കാൻ മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം ഇങ്ങനെ കുറച്ച് മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഇതുമാതിരിയെല്ലാം ചെയ്തതിൻ്റെ ശേഷം മനസ്സിനെ നമ്മൾ അവസാനം പരമാത്മാവിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ഭയമെല്ലാം അങ്ങ് പോകും. ഭയത്തിൻ്റെ ആവശ്യമില്ല. ഭയത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കേണ്ട കാര്യമില്ല. ഭയത്തിന് നടക്കേണ്ടതേ നടക്കുകയുള്ളൂ. അപ്പം ഭയം ഉണ്ടായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇവിടെ ജ്യോത്സ്യന്മാരുടെ അടുത്തൊന്നും ഓടി നടക്കേണ്ട ഒരു കാര്യമില്ല. ഓടി നടന്നിട്ടും കാര്യമില്ല. കാരണം നമ്മളെ മനസ്സിനെ അങ്ങ് നിയന്ത്രിച്ചിട്ട് അങ്ങ് വിട്ടേച്ചാൽ മാത്രം മതി. വേറെ ഒന്നും വേണ്ട. മനസ്സ് ഭയം വരുന്നത് മനസ്സൊന്നാണ്. അത് നമ്മൾ തന്നെ ഏതെങ്കിലും മാർഗത്തിലൂടെ നിയന്ത്രിച്ചു കൊടുക്കുക. അത്രേ എൻ്റെ ആവശ്യം ഉള്ളൂ. ഇനി ശ്രീനാരായണ കവച മന്ത്രം പറഞ്ഞല്ലോ. ശ്രീനാരായണ കവച മഹാമന്ത്രത്തിൻ്റെ മന്ത്രത്തിലൂടെ അതിൻ്റെ അർത്ഥം എന്താണെന്ന തരത്തിൽ പറഞ്ഞു തരികയാണ്. അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ ശക്തിവിശേഷമാണ്. അതുകൊണ്ട് ആ ശക്തിവിശേഷത്തിൽ വിശ്വാസം അർപ്പിച്ച് അതാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ ലോകത്തിൻ്റെ എല്ലാം കടിഞ്ഞാണ് അതിലാണ്. ആ കാര്യമാണ് ഇനി ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നടക്കേണ്ടതാണ് നടക്കുന്നത്. അത് എങ്ങനെ നടക്കണമെന്ന് അത് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും അതാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ നമ്മുടേതായ നിലയിൽ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വിമാനത്തിൽ പോകുമ്പോൾ നമ്മൾ ഭയന്നിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിശ്വാസം ആ നല്ല കഴിവുള്ള പൈലറ്റാണ് ഓടിക്കുന്നത്, വിമാനം നല്ല ഹൈ ടെക്നോളജിയാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയത്തിൻ്റെ ആവശ്യമില്ല. ഭയന്നിട്ട് കാര്യമുണ്ട്. ഇനി വീണ്ട പ്ലെയിനാണെങ്കിൽ വീഴും, ചാണ്ടതാണെങ്കിൽ ചാവും. പിന്നെ എന്തിനാ ഭയം? അനാവശ്യ ഭയം എന്തിനാണ്? അപ്പം നിയന്ത്രിക്കുന്നത് എങ്ങനെ പോകണമെന്നെല്ലാം നാരായണനാണ് കൊണ്ടുപോകുന്നത്. ആ നാരായണനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഭയത്തിന് കാര്യമില്ല. അപ്പോൾ ആ തത്വങ്ങളാണ് ഇനി. അപ്പം മനസ്സിനെ ഒന്ന് ശാന്തമായാൽ പിന്നെ ഇരുന്ന് ഇത് ചിന്തിച്ചോളുക എന്താണെന്ന് പറയുന്നത് നോക്കാം. ഇനി നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് ഇത് പോകാം. വിഷ്ണുവിൻ്റെ ഗരുഡൻ്റെ പുറത്ത് വെച്ച തൃപ്പാദത്തോടുകൂടി ശംഖ്, ചക്രം, ഗദ, മറ്റേ ചാപം, പാശം എന്നീ ആയുധങ്ങളാലും 8 തൃക്കരരാഗുകളോടും കൂടി എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയ ഓംകാരപ്പൊരുളായ ശ്രീഹരിയെ എനിക്ക് രക്ഷ നൽകണം. ഇതാണ് അതിൻ്റെ ഒരർത്ഥം. നമ്മൾ മനസ്സിലത് ചിന്തിക്കണം. ഇങ്ങനെയുള്ള ശ്രീഹരിയാണ് എല്ലാ ഐശ്വര്യങ്ങളും. ഇനി 13. വെള്ളത്തിൽ ജലജീവി വിവർഗങ്ങളാകുന്ന വരുണന്റെ പാശത്തിൽ നിന്നും, വരുണപാശത്തിൽ നിന്നും, വരുണപാശം എന്ന് പറഞ്ഞാൽ വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റാണെന്ന് അറിയാം. എല്ലാ ജീവജാലങ്ങളെയും പരിരക്ഷിക്കുന്നത് ഓർബിറ്റിലാണ്. സൂര്യന്റെ ഓർബിറ്റിലാണ് ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നത്. ആറ്റത്തിന്റെ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത്. എല്ലാ കർമ്മത്തിന്റെ പിന്നിലെ ഇലക്ട്രോണും ഈ ഗ്രഹങ്ങളെല്ലാം. ആ ഗ്രഹങ്ങളെല്ലാം ഓർബിറ്റ്, വരുണ ഓർബിറ്റിന്റെ
ബന്ധിപ്പിച്ചിട്ടാണുള്ളത്. ഈ ആറ്റങ്ങളുടെ ഓർബിറ്റ് ബന്ധിപ്പിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓർബിറ്റ് കറങ്ങുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ചില സമയത്ത് ഗ്രഹങ്ങൾ മോശമായിട്ട് വരും, ചില സമയത്ത് ഗ്രഹങ്ങൾ നല്ലതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്നും, പാശങ്ങളുടെ ദോഷങ്ങളിൽ നിന്നും മത്സ്യരൂപം ധരിച്ചവൻ രക്ഷിക്കണം. ഇപ്പൊ സൃഷ്ടിക്രമം പെട്ടിട്ടുള്ള എല്ലാം ആ നാരായണനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതത്രയും ധരിക്കേണ്ടത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം നാരായണക്ക്. പിന്നെ നമ്മളെന്തിനെ ഭയക്കുന്നു? പിന്നെ കരയിൽ കപടവടുവായി അവതരിച്ച വാമനൻ രക്ഷിക്കട്ടെ. ഒരു കപടവേഷത്തിലെല്ലാം ധരിച്ചിട്ടാണ് വാമനനായിട്ട് വന്നത്. മഹാബലിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആകാശത്തിലെ വിശ്വാകാരനായ ത്രിവിക്രമമൂർത്തി രക്ഷിക്കട്ടെ. ഇത് തന്നെയാണ്, ആ ശക്തി തന്നെയാണ് പല പേരില് ത്രിവിക്രമമൂർത്തിയായിട്ട് ആകാശം മുഴുവൻ നിരസുന്ന ആ ശക്തി വിശേഷം രക്ഷിക്കട്ടെ. അപ്പൊ ആകാശം മുഴുവൻ നിയന്ത്രിക്കുന്നത് അതാണ്. ഇനി 14 വനത്തിലും രണക്ഷേത്രത്തിലും അസുരന്മാരെ നിഗ്രഹിച്ച നരസിംഹമൂർത്തി രക്ഷിക്കട്ടെ. വനത്തിലായാലും രണാംഗ യുദ്ധ സ്ഥലത്തായാലും എല്ലായിടത്തും രക്ഷിക്കുന്ന ആരാണ്? വരാഹമൂർത്തിയായിട്ട് നിന്നിട്ടുണ്ട്. ആ ശക്തി തന്നെ ഇങ്ങനെ പല രൂപത്തിൽ ലോകത്തിൽ പല ഭാഗത്ത് നിൽക്കുകയാണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അർജുന അദ്ദേഹത്തിന്റെ ഗർജനത്താൽ അസുരശ്രീകളുടെ ഗർഭം പോലും ശ്രമിച്ചു പോകുന്നു പറയുകയാണ്. അത്രയും ശക്തിമാനായ വരാഹമൂർത്തിയാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത്. വനത്തിലായാലും നിങ്ങൾ എവിടെയായാലും അദ്ദേഹം ഗർജിച്ചാൽ മാത്രം മതി. അസുര സ്ത്രീകളുടെ, നമ്മുടെ ശത്രുക്കളുടെ എല്ലാം അവരുടെ ഗർഭസ്ത്രീകളുടെ ഗർഭം പോലും എന്തായിപ്പോ വെളിയിൽ തള്ളിപ്പോകും. ഇനി 15 സ്വ അവയവങ്ങളാൽ യജ്ഞം കൽപ്പിച്ചവനും. അവന്റെ അവയവങ്ങൾ തന്നെയാണ് നമ്മൾ എന്നാണ് പറയുന്നത്. ഏത്? ആ വിരാട സ്വരൂപത്തിലെ അവന്റെ അവയവങ്ങളാണ്, ഓരോ അവയവങ്ങളാണ് നമ്മൾ അടക്കം എല്ലാം. ആ അവയവങ്ങളെ കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഈ മേശപ്പുറത്ത് ഒരു പൊടിയുണ്ടം കഴിഞ്ഞ തുടച്ചു കളയേണ്ടിക്കിന് ആ വിശ്വരൂപമായ വ്യക്തിയുടെ കൈയാണ് എൻ്റെ കൈ. ഈ കൈ കൊണ്ടാണ് തുടക്കുക. ഈ പറഞ്ഞെല്ലാം കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം നമ്മളെല്ലാം ആ ശക്തിന്റെ അംശങ്ങളാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഭയക്കുന്നത് എന്തിനാണ്? ഈ കൈക്ക് ഭയമുണ്ട്. എന്തെങ്കിലും ഭയം നമ്മളെ തലക്കല്ലേ. ഈ കൈക്ക് എന്തോ ഭയമുണ്ടാവും. കൈ എന്തിനും പോവും. അടിക്കാൻ പറഞ്ഞാൽ അടിക്കും, അടികൊള്ളാൻ പറഞ്ഞാൽ കൊള്ളും. അതുപോലെ അതിൻ്റെ ഓരോ അവയവം മാത്രമാണ് നമ്മളെന്തിനാ ഭയക്കുന്നത്? തേറ്റയിൽ ഭൂമിയെ ഉയർത്തവനായ വരാഹമൂർത്തി. തേറ്റയില് ഭൂമിയെ വാർത്ത, അതായത് അവതാരങ്ങളെല്ലാം പല രൂപത്തിൽ അത് എടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും വലിയ അവതാരങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചീട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എന്താണ് പ്രശ്നം? ആ വരാമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. ഇനി പരശുരാമനായി വന്നിട്ടുണ്ട്. ലക്ഷ്മണ സമേതം രാമനായി വന്ന ശ്രീഹരി എന്നെ രക്ഷിക്കട്ടെ. അങ്ങനെ ലക്ഷ്മണനോടുകൂടി രാമനായിട്ടെല്ലാം വന്നിട്ടുണ്ട്. എന്തിന്? കൊറോണയിൽ നമ്മളെ രാമനായിട്ട് വന്ന എന്താണ്? വിദേശികൾ ആധിപത്യം വന്നപ്പോൾ രാവണൻ വിദേശി ആധിപത്യം വന്നപ്പോൾ കൊളോണലിസം, വിദേശികൾ നമ്മളെ നാടിനെ കീഴടക്കിയപ്പോൾ വന്നിട്ടുണ്ട്. ഇനി 16 നാരായണമൂർത്തി ആഭിചാരങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമോശത്തിൽ നിന്നും രക്ഷിക്കട്ടെ. നമുക്ക് ആഭിചാരം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ശത്രുക്കൾ ഉണ്ടാകുന്നത്. ശത്രുക്കളിലൂടെ നമുക്ക് പ്രശ്നം ഉണ്ടാകും. ആ ശത്രുക്കളെല്ലാം ആ ശക്തി മാറ്റിക്കോളും. ബുദ്ധിമോശത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ബുദ്ധി മോശം സംഭവിക്കും. ശരിക്ക് ചെയ്യുന്നതിന് പകരം നേരെ മണ്ടത്തരം ചെയ്യും. അതിൽ നിന്നെല്ലാം രക്ഷിക്കട്ടെ. ഗർവിൽ നിന്നും നരനും, നമുക്ക് ഗർവിഷ്ഠനായി മാറുമ്പോൾ നരൻ രക്ഷിക്കട്ടെ. യോഗഭ്രംശത്തിൽ നിന്നും
ദത്താത്രേയൻ, ഇങ്ങനെ പല രൂപത്തിൽ ആ ശക്തി വന്നിട്ടുണ്ട് എന്ന് പറയും. ഓരോന്നിലും യോഗഭ്രംശം ഉണ്ടാവുകയാണെങ്കിൽ ദത്താത്രേയൻ വന്ന് രക്ഷിക്കും. കുടിലതയിൽ നിന്ന് കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ എന്താ കുടിലതയെല്ലാം സംഭവിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും കുടില പ്രവൃത്തികൾ നമ്മളെ നേരെ ചെയ്യുന്നുണ്ടെങ്കിൽ കപില വാസുദേവനെ രക്ഷിക്കട്ടെ. അങ്ങനെ കഥയില് പലതര പ്രതിബന്ധങ്ങളെ നമ്മളുടെ പ്രതിബന്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ നിന്നല്ല ആ ശക്തിയാണ് നമ്മളെ രക്ഷിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം വിദേശാധിപത്യമാണോ? വന്നിട്ടുണ്ട്, രാമനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നം ചൂതുകളിയാണോ? കൃഷ്ണനായിട്ട് വന്നിട്ടുണ്ട്, പരിഹരിക്കുക. ഇങ്ങനെ എല്ലാത്തിനും അദ്ദേഹം തന്നെയാണ് ഈ ശരീരം മുഴുവൻ. അദ്ദേഹം ഇനി എന്തിനാണ് നമ്മൾ ഭയക്കുന്നതെന്നാണ്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഭയം ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം ഒന്ന് ഇതെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമെല്ലാം സോൾവ് ആകും. 17 മന്മഥനിൽ നിന്നും സനത് കുമാരനും. മന്മഥൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രേമങ്ങളിലെല്ലാം കൊണ്ടിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദേവവിഗ്രഹത്തെ അനാദരിക്കുന്നവരിൽ നിന്നും ഹയഗ്രീയവന്. ദേവവിഗ്രഹങ്ങളിൽ നിന്നാണ് ദൈവത്തെ, ഈ ഒരു പ്രപഞ്ചത്തിലെ ദൈവം എന്ന സങ്കല്പത്തെ എതിർക്കുന്ന ചില കക്ഷികളുണ്ട്, നിരീശ്വരവാദികളെല്ലാം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ വിശ്വാസിയാണെങ്കിൽ അവിശ്വാസികളുണ്ടാവും. അവരിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് പറയാണ്. ആര്? ഹയഗ്രീവം വന്ന് രക്ഷിച്ചോ. ദേവപൂജ മുടക്കം വരുത്തുന്നവരിൽ നിന്നും ശ്രീ നാരദനും. നാരദ ഇടക്കിടക്കിടെ വരുന്നുണ്ട്, നാരദ എല്ലാവരും വരുന്നുണ്ടല്ലോ. അപ്പം ദേവപൂജ മുടക്കം വരുത്തുന്നതിൽ നിന്നും നമ്മളെന്തെങ്കിലും ദേവനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ദേവപൂജയല്ല, വിളക്കം കത്തിച്ചിട്ട് പറ്റില്ല. ദേവനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ജലത്തെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ജലം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുക. അതാണ് ദേവപൂജ. നമ്മൾ ചെയ്യുന്ന വസ്തുക്കൾ അഗ്നിക്കും ജലത്തിനും എല്ലാം കൊടുക്കുന്നത്. അരി ജലത്തിൽ കൊടുക്കുകയാണ്, എന്നിട്ട് അഗ്നിക്കും കൊടുക്കുകയാണ്. അരി ജലത്തിലിട്ടിട്ട് അഗ്നി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അരി ജലത്തിനും അഗ്നിക്കും കൊടുക്കുകയാണ്. അപ്പം അത് തിന്നിട്ട് നമുക്കെന്ത് തരും? ചോറ് തരും. ഇതാണ് ദേവപൂജ. നമ്മൾ ഏതൊക്കെ വസ്തുക്കളാണ് ദേവതകൾ, ആ ദേവതകൾക്ക് നമ്മൾ വേണ്ട സാധനങ്ങൾ കൊടുത്ത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് പുതിയ സാധനമായിട്ട് മാറും. വെണ്ടയ്ക്കയും വഴുതനങ്ങയെല്ലാം ദേവതകളാണ്. അതിനെ വെള്ളത്തിലിട്ട് അതിന് വേണ്ട മുളകും അതും ഇതുമെല്ലാം കൊടുത്ത് അഗ്നിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? സാമ്പാറായിട്ട് നമുക്ക് തരും. അതെല്ലാം അതെടുക്കും, എന്നിട്ട് നമുക്ക് സാമ്പാർ തരും. അപ്പം അങ്ങനെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നാരായണനും ശ്രീ നാരദൻ വരുന്നാണ് പറയുന്നത്. വിനകളിൽ എന്തെങ്കിലും വിനകളെല്ലാം ഉണ്ടാകുമ്പോൾ, തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ കൂർമ്മമായിട്ട് വന്നോളും, കൂർമ്മമൂർത്തിയായിട്ട് വന്നോളും. ഇവരെല്ലാം നമ്മളെ കാക്കട്ടെ എന്ന് പറയുകയാണ്. ഇങ്ങനെ എല്ലാവരും കയറി പല രൂപത്തിൽ വരുന്നുണ്ട് ആ ശക്തിവിശേഷം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. 18 ഭക്ഷണദോഷത്തിൽ നിന്നും ധന്വന്തരി. ഭക്ഷണത്തിന് പല ദോഷം സംഭവിച്ചിട്ടുണ്ട്, ആ ധന്വന്തരി വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ആയുർവേദ മരുന്ന് തന്നിട്ടുണ്ട്, അല്ലെ അലോപ്പതി മരുന്ന് തന്നിട്ട്. എല്ലാ മരുന്നും ധന്വന്തരിയല്ല. ഭക്ഷണദോഷത്തിനാണ് ഗുളിക രൂപത്തിൽ വന്ന് തന്നിട്ടുണ്ട് ധന്വന്തരിയായിട്ട്. ശീതോഷ്ണാദികളിൽ നിന്ന്, ശീതവും ഭയങ്കര ശീതലാണെങ്കിൽ ഏസി രൂപത്തിൽ ആര്? ഋഷഭദേവൻ വന്നിട്ടുണ്ട്. ഏസി രൂപത്തിൽ വന്നിട്ടുണ്ട് നമ്മളെ തണുപ്പെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ലോക അപവാദത്തിൽ നിന്നും യമദേവൻ രക്ഷിക്കട്ടെ, അപവാദങ്ങളിൽ നിന്നും. ജനത്തിരക്കലെല്ലാം, ഭയങ്കര ജനത്തിരക്കലുള്ള സ്ഥലത്ത് നമ്മൾ ഞെരുങ്ങിയാണെങ്കിൽ ബലഭദ്രൻ, നല്ല ശക്തിമാനായ ബലഭദ്രനുണ്ട്. നാഗങ്ങളിൽ നിന്നാണെങ്കിൽ ആദിശേഷനുണ്ട്. അങ്ങനെ ഓരോ ആൾ നമ്മളെ രക്ഷിക്കാൻ പലവരും ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഇത് നമ്മളെന്തിനാണ് ഭയക്കുന്നത്? പത്തൊമ്പതിൽ പറയാണ് അജ്ഞാതത്തിൽ നിന്നും വേദവ്യാസനം. നമ്മൾ അജ്ഞാനം ഉണ്ടെങ്കിൽ വേദവ്യാസം വന്നിട്ടുണ്ട്, വേദങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ജ്ഞാനം, സയൻസ്. നാസ്തികരിൽ നിന്നും ബുദ്ധനും. നാസ്തികരിൽ നിന്ന് രക്ഷിക്കാനാണ് ബുദ്ധൻ വന്നിരിക്കുന്നത്.
നാസ്തികരെന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞവരാണ്. അവരൊക്കെ പറ്റിയതാരാണ്? ബുദ്ധനാണ്. ധർമാനുഷ്ഠാനത്തിലെ പിഴവുകളിൽ നിന്നും കൽക്കി ഭഗവാൻ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തെറ്റിയാണെങ്കിൽ അത് കൽക്കി ഭഗവാൻ വന്ന് പരിഹരിച്ചോളും. കാലക്കെടുതിയിൽ നിന്ന് കലിയും രക്ഷിക്കട്ടെ. കാലക്കെടുതി, കാലദോഷ സമയ കാലങ്ങളെല്ലാം ഉണ്ടല്ലോ, അപ്പം കലി വന്ന് രക്ഷിച്ചോളും. ഇനി 20 പ്രാതകാലത്ത് കേശവനും സംഘകാലത്ത് ഗോവിന്ദനും പൂർവാന്തകാലത്ത് നാരായണനും മധ്യാഹ്നത്തില് വിഷ്ണുവും 21 അപരാഹ്നകാലത്ത് മധുസൂദനനും സായങ്കാലത്ത് മാധവനും പ്രദോഷ സമയത്ത് ഋഷഭദേവനും പാതിരാവിലെ ശ്രീ പത്മനാഭനും 22 പാതിരാവിന് ശേഷമുള്ള സമയത്ത് ശ്രീവത്സം ധരിച്ച ഈശ്വരനും രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. ഉഷസ്സിൽ ശ്രീ ജനാർദ്ദനനും പ്രഭാതത്തിൽ ദാമോദരനും സന്ധ്യതോറും വിശ്വേശ്വരനും രക്ഷിക്കട്ടെ. അപ്പോൾ ഈ നമ്മളെ എല്ലാ സമയത്തും ആരുണ്ട്? ഓരോ ആളും നമ്മളെ രക്ഷിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ദേവതകൾക്കൊന്നും ഒരു കുറവും ഇല്ല. പിന്നെ എന്തിനാണ് ഭയം? അപ്പം ഇങ്ങനെ നമ്മൾ ഏത് തരം പ്രശ്നം ഏത് കാലഘട്ടത്തിലുണ്ടെങ്കിലും അതിന് രക്ഷിക്കാൻ ആളുണ്ട്. ഇനി 23 പറയുന്ന സുദർശന ചക്രം കൽമാർത്ഥ കാലത്തിലെ അഗ്നി പോലെ. അവസാനം ലോകം അവസാനിക്കുന്ന സമയത്ത് വലിയൊരു അഗ്നി ഉണ്ടല്ലോ, എല്ലാം ലോകം മുഴുവൻ വെന്തെരിഞ്ഞ് നശിപ്പിക്കുന്നു. അത് സുദർശന ചക്രം അതുപോലെയാണ്, കാലം തന്നെയാണ്. ഈ സൗരയുധ സിസ്റ്റമാണ്. ഒരു സമയത്തെത്തുമ്പോൾ എല്ലാം കൂടിയിട്ട് കത്തിയെരിഞ്ഞു പോകും. അത് ചുഴന്ന് നടന്നിട്ട് വായുവും അഗ്നിയും കൂടിയിട്ട് ഉണങ്ങിയ പുല്ല് കരിക്കുന്നത് പോലെ ശത്രുക്കളെ നശിപ്പിച്ചുകൊള്ളും. അതായത് കാലചക്രം ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് ഗ്രഹങ്ങൾ നല്ല സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ശത്രുത ഇല്ലാതാകും, നമ്മളെ മോശ സമയത്ത് വരുമ്പോൾ ശത്രുത ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ജ്യോത്സ്യരെടുത്തെല്ലാം പോയിട്ട് ഏലസ് വാങ്ങും, വലിയ പൂജയെല്ലാം വാങ്ങിക്കെട്ടും ചെയ്യും. എൻ്റെ ആഗ്രഹം നല്ല സമയത്ത് വരുമ്പോൾ, നല്ല സ്ഥലത്ത് വരുമ്പോൾ ഇത് തീരും. നമ്മൾ വിചാരിക്കുക ഏലസ് കിട്ടിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ ചിലവിട്ട് പൂജ നടത്തിയോണ്ടാണെന്നെല്ലാം നമ്മൾ വിചാരിക്കും. എന്നാൽ യുക്തിവാദിക്കും പ്രശ്നമുണ്ടാകുന്നുണ്ട്. ഗ്രഹം മോശ സ്ഥാനത്ത് വരുമ്പോൾ യുക്തിവാദിക്കും പ്രശ്നമുണ്ടാവും. അത് നല്ല സ്ഥാനത്ത് വരുമ്പോൾ അങ്ങനെ പ്രശ്നം കൂടിയുള്ളൂ. മറ്റവർ പൂജ നടത്തിയോണ്ടാണെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നത്. യഥാർത്ഥത്തിൽ പൂജ കൊണ്ടും ഇതുകൊണ്ടൊന്നല്ല മാറുന്നത്. ഗ്രഹം നല്ല അടുത്ത് വരും. ഗ്രഹം ഇങ്ങനെ ചുറ്റുകയല്ലേ. ഓരോ ഗ്രഹത്തിന് ചില സ്ഥലത്ത് നല്ലതുണ്ട്, അടുത്ത സ്ഥലത്ത് മോശം ഉണ്ടാവും. അപ്പം നല്ലതെന്ന് മോശത്തിൽ വരുമ്പോൾ കാര്യങ്ങൾ നടക്കും. എന്നാൽ എന്തായാലും ചോദിക്കാം, എല്ലാവർക്കും കിട്ടാതെ എന്താ എപ്പോൾ മോശമായി പോകുന്നത്? അപ്പം ഇത് നല്ലടുത്ത് വരുമ്പോൾ വേറെ ഗ്രഹം ചിലപ്പോൾ ഈ ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ 9 ഉണ്ടല്ലോ, ഒന്ന് നല്ലടുത്ത് വരുമ്പോൾ മറ്റേത് കയറിയിട്ട് മോശത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതെല്ലാം ജാതകം അനുഭവിച്ചേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ പോകും. അല്ലാതെ അതിനൊന്നും ആര് വിചാരിച്ചാലും അതുകൂടെ ചിലവർ പറയുന്നു ഞാൻ എന്തെല്ലാം വഴിപാടുകൾ നടന്നത്, ഒരു രക്ഷയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രഹം മോശമായിട്ട് വരും. വ്യാഴം നല്ലതായിട്ട് വരുമ്പോൾ ശനി മോശമായിട്ട് വരും, ശനി നല്ലതായിട്ട് വരുമ്പോൾ വേറൊന്ന് കയറിയിട്ട് വരും, സൂര്യൻ മോശമായിട്ട് വരും. ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ചിലവർക്ക് ഗുണം പിടിക്കാത്തത്. അവരാണ് പറയുന്നത് നാം വഴിപാടുകൾ എത്ര ലക്ഷങ്ങൾ ചിലവിട്ട് രക്ഷപ്പെടുന്നില്ല. അവരെങ്ങനെ പൈസ ഉള്ള പൈസയും കൂടി നഷ്ടപ്പെട്ടിട്ട് വട്ടം കിടക്കും. സംഗതി ഇത്രയേ ഉള്ളൂ. നല്ല സമയം വരുമ്പോൾ കാര്യം പ്രശ്നം തീരും. അതിന് ഗ്രഹങ്ങൾ വരുന്ന അനുസരിച്ചിരിക്കും, ജാതകം പോലെ ഇരിക്കും. അതിലൊന്നും ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. ഇത് 24 ഭഗവാന്റെ പ്രിയപ്പെട്ടവളായ കാമോദരി രാക്ഷസന്മാർ, യക്ഷന്മാർ, ഭൂതങ്ങൾ എന്നിവരെ പൊടിച്ചു കളയട്ടെ. അപ്പം ഭഗവാൻ മാത്രമല്ല വരുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പുരുഷനാണ്, മറ്റേത് പ്രകൃതിയും എന്തുണ്ട് നമ്മളെ രക്ഷക്കായിട്ട് ശത്രുക്കളെയെല്ലാം ഇല്ലാതാക്കാനുണ്ട്. ഗ്രഹങ്ങൾ നല്ല സ്ഥലത്ത് വരുമ്പോൾ ശത്രുത നോക്കും. മോശം സമയത്ത് ശത്രുക്കൾ നമ്മുടെ തലയിൽ കയറും. അതുകൊണ്ടാണ് ദേവന്മാർ സുഖമായിട്ടിരിക്കുമ്പോൾ ഒരു മോശ സമയം വരുമ്പോൾ അസുരം മുഖേരിക്കലും ദേവന്മാർ ഓട്ടം വരും. പിന്നെ നല്ല സമയം വരുമ്പോഴാണ് തിരിച്ചു വരുന്നത്. പിന്നെ ഈശ്വരന്റെ കഴിമേലെല്ലാം എന്തുണ്ട്? പാഞ്ചജന്യമുണ്ട്. ആ പാഞ്ചജന്യത്തിന്റെ ശബ്ദം കേട്ടിട്ട്
എതിരാളികളുടെ ഹൃദയമെല്ലാം പിളർക്കട്ടെ, പ്രേതങ്ങൾ, പിശാചുക്കൾ, എന്ത് ബ്രഹ്മരക്ഷത്തുകൾ എന്തുണ്ടെങ്കിലും എല്ലാം ഓടി മറയട്ടെ എന്ന് പറയണം. നമുക്ക് എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിലും അതെല്ലാം പാഞ്ചജന്യത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതെല്ലാം കൊണ്ടാണ് ഇവര് ചുറ്റും ഈ ദേവതകൾ നമുക്ക് ചുറ്റും ഇങ്ങനെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഇനി 26. ഗഡ്ഗത്താൽ ഭഗവാൻ. പിന്നെ ഓരോ അവയവങ്ങളിലും ഭഗവാന്റെ കൈമല്ലെല്ലാം ഓരോ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ, ഗഡ്ഗലും. അത് അത്രയും ശക്തിവാനാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ ശക്തിയുള്ള കഴിവാണ്. ഗഡ്ഗം എല്ലാം ധരിച്ചിട്ടാണ് വരുന്നത്. ശബ്ദം വെച്ച് ഓടിച്ചോളും. ഗഡ്ഗം വെട്ടിക്ക് ഗഡ്ഗത്തോടു കൂടി ശത്രുക്കളെ അരിഞ്ഞു തള്ളും. പരിചയ എന്ന് പറയുന്ന ശത്രുക്കളെ, കണ്ണുകളെ, അതിൻ്റെ പരിചയാകട്ടെ ശത്രുക്കളെ, കണ്ണുകളെ മറക്കും. ശത്രുക്കൾക്ക് നിങ്ങളെ കാണാനൊന്നും പറ്റില്ല അതിൻ്റെ പരിചയുടെ സഹായത്താൽ. ഇനി 27. ഗ്രഹം ധൂമകേതു, മനസ്സ്, സർപ്പങ്ങള്, ജന്തുക്കള്, ഭൂതങ്ങളും മൂലാവയിൽ നിന്നുള്ള ബീജി. ഗ്രഹങ്ങൾ മോശമായി വരുമ്പോൾ സംഭവിക്കാം. ധൂമകേതു ഉണ്ടാകുമ്പോൾ ഭയങ്കരയാണോ? ഇടിമിന്നൽ വരുമ്പോൾ ഭയങ്കരയാണോ? പിന്നെ മനസ്സുകൊണ്ട്, മനസ്സിൻ്റെ ദോഷങ്ങൾ കൊണ്ട് ഭയം വരാം. സർപ്പങ്ങളെ കാണുമ്പോൾ ഭയം വരാം. അല്ലെ രാത്രി സ്വപ്നത്തിൽ സർപ്പത്തെ കണ്ടു പേടിക്കാം. ജന്തുഭയം, ഭൂതങ്ങൾ, മൂലാവിയിൽ നിന്നെല്ലാം ഭഗവാന്റെ തിരുനാമം ജയിച്ചാൽ മതി. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വർണ്ണനകൾ രൂപക്കുന്ന കീർത്തനങ്ങൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ നല്ല ഭയമോ ഇല്ലാതെയാവും. നമ്മുടെ ശ്രേയസ്സിന് പ്രതിബന്ധം ഉണ്ടാക്കുന്നവയെല്ലാം നശിക്കട്ടെ. ഇനി 29. സർവ സമർത്ഥനായ, സർവജ്ഞാനിയായ, വേദസ്വരൂപനായ, എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്ന കൈമലുള്ള കക്ഷിയാണ്. സാമവേദത്തിൽ ശോഭിക്കുന്ന ഗരുഡന്റെ പുറത്ത് സഞ്ചരിക്കുന്ന വിശ്വത്തിന്റെ സേനാമൂർത്തി. അപ്പം ഗരുഡന്റെ ഭാഗത്തിലേറി ഇങ്ങനെ എല്ലാ ജ്ഞാനവും തികഞ്ഞ് വിശ്വസേനാമൂർത്തിയായി സഞ്ചരിക്കുന്ന ആ ശക്തിയുടെ നാമോച്ചാരണത്താൽ എല്ലാവിധ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നത്. അതിൻ്റെ നാമം ഉച്ചരിച്ചാൽ മതി. എങ്ങനെ എല്ലാ ജ്ഞാനം തികഞ്ഞ ശക്തിയാണത്. അതോട് അതിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വെറുതെ നാമം ഉച്ചരിച്ചാൽ മതി. നമ്മളെ ഭയം തീരാനാണ് ഇത്. എന്നിട്ടോ ശ്രീഹരിയുടെ നാമം 30-ലാണ്. ശ്രീഹരിയുടെ നാമം, രൂപം, വാഹനം, ആയുധം, പാർശ്വം, ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ ആയുധങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞത്. എന്നിവയെല്ലാം നമ്മുടെ ബുദ്ധി, ഇന്ദ്രിയം, മനസ്സ്, പ്രാണൻ, നമ്മളെ ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും മനസ്സ്, പ്രാണൻ എന്നിവയെല്ലാം ആപത്തിൽ നിന്നും രക്ഷിക്കട്ടെ. ഈ കാണുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ രൂപവും ഈ വിശ്വത്തിൽ കാണുന്നതുകൊണ്ട് കാണപ്പെടാതെ എല്ലാം ഉണ്ട്. അതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പം നമ്മളും എന്താണ്? അപ്പം എന്ത് മനസ്സിലാക്കണം? അതെല്ലാം ഭഗവാനാണെങ്കിൽ നമ്മളും ഭഗവാനാണ്. ഇനിയിപ്പം നമ്മൾ പ്രത്യേകിച്ച് ഭഗവാനോട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഈ ഏകമായ സത്യത്തിൽ തന്നെ ഞങ്ങളുടെ ഉപദ്രവങ്ങൾ നശിക്കട്ടെ. ആ ഒരു ഏകമായ സത്യം മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ഉപദ്രവങ്ങളെല്ലാം നശിക്കും. കാരണം ശത്രുവും ആ ഭഗവാനാണ്, ഞാനും ആ ഭഗവാനാണ്. പിന്നെ ആർക്ക് ശക്തി? ഈ കൈക്ക് ദോഷം ചെയ്യുക. ഇതെല്ലാം ആ ഈശ്വരന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഈ തത്വം മനസ്സിലാക്കണം. ആദ്യം ഒരു പ്രിലിമിനറി കുറച്ച് അവിടെ ഇവിടെയെല്ലാം തൊട്ടിട്ട് പിന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരുമ്പോൾ പിന്നെയാണ് ചിന്തിക്കാൻ പറഞ്ഞത്. ഇങ്ങനെയെല്ലാം ചിന്തിച്ചു പോകുമ്പോൾ എന്ത് മനസ്സിലാകും? അത് തന്നെയാണ് ഞാൻ. പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? ഇതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാതെ അത് തൊട്ടുകൊണ്ടോണ്ട് ഇരുന്നുകൊണ്ട് താൽക്കാലികമായ ആ നിമിഷത്തിലേ ഗുണം കിട്ടുള്ളൂ. മനസ്സ് ചിന്ത ഭയത്തുനിന്ന് മാറിയിട്ട് നമ്മൾ അവിടെ ഇവിടെയും തൊടുന്നതിനുള്ള ശ്രദ്ധയായിരിക്കും. ശാശ്വതമായി വരണമെങ്കിൽ പിന്നെ ഈ സത്യം ഉൾക്കൊള്ളണം. ഇനി 32 മുതൽ 33 വരെ. 32-33 പറയുന്നത് ഏകാത്മക ഭാവം.
എല്ലാം ആ ഏകമായ ബ്രഹ്മം തന്നെയാണ്. 32-33 ഏകാത്മഭാവം ഉൾക്കൊണ്ടവന് അവൻ എല്ലാത്തിലും അവൻ എല്ലാം കൂടിച്ചേർന്നവനാണ്. ഏകഭാവം, അവന് ദ്വയമില്ല, അവന് പക്ഷഭേദമില്ല, അവനെല്ലാവരും ഒന്ന് തന്നെയാണ്. ആ ശക്തിക്ക് അതിന് തരംതിരിവൊന്നുമില്ല, എല്ലാത്തിനെയും ഒന്നായിട്ടാണ് കാണുന്നത്. ഭേദോപാധിരഹിതനായി ഒരു ഭേദവ്യത്യാസവും. അവനെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാമായിട്ട് മാറി അതെല്ലാം അവൻ തന്നെയാണ്. അതുകൊണ്ട് അതിനെയൊന്നും വ്യത്യസ്തമായിട്ട് അത് എൻ്റെ മതമാണ്, ഇതെൻ്റെ ജാതിയാണ്, അങ്ങനെയൊന്നും ആ ചിന്തയൊന്നും അവനില്ല. താൻ തന്നെ മായ, താൻ തന്നെയാണ് മായ. എന്തായിട്ട് മാറിയിരിക്കുന്നത്? അലങ്കാരങ്ങൾ, ആയുധങ്ങൾ, ഭിന്നമൂർത്തികളായിട്ട്, ഭിന്ന നാമങ്ങളായിട്ട് പല ശക്തിവിശേഷങ്ങൾ ധരിച്ച് എല്ലാം അറിയുന്നവനായി എല്ലായിടവും വ്യാപിച്ചിരിക്കുക. അവൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെല്ലാമായി മാറിയത്. എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രമായ ശ്രീഹരി എല്ലാ ഭാഗത്തു നിന്നും നമ്മെ കാത്തുകൊള്ളട്ടെ. അപ്പൊ ആ ശക്തി വിചാരി ഈ പ്രപഞ്ചം മുഴുവൻ നിന്നുകൊണ്ട് നമ്മളെ കാത്ത് എല്ലായിടവും അതുണ്ട് നമ്മളെ കാക്കാനായിട്ട്. ഇനി 34 തൻ്റെ തേജസ്സിനാൽ ഗ്രസിക്കപ്പെട്ട സമസ്ത തേജസ്സോടുകൂടിയ ശ്രീ നരസിംഹമൂർത്തി. നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം എല്ലാ തേജസ്സും കൂടിയതാണ് ആ ബ്രഹ്മം. അത് ഈ പ്രപഞ്ചത്തിൽ പല തേജസ്സുകളായി അതിൻ്റെ എല്ലാം രൂപമാണ്. ഒരു രൂപമാണ് നരസിംഹമൂർത്തി, ആ രൂപമെടുത്ത നാരായണൻ. അത് തൻ്റെ അട്ടഹാസത്താൽ ആ നരസിംഹമൂർത്തിയുടെ രൂപത്തിൽ അട്ടഹസിക്കുമ്പോൾ ജനങ്ങളുടെ ഭീതിയെല്ലാം അകറ്റി എല്ലായിടവുമുള്ള ആ അട്ടഹാസം കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ എല്ലാ ഭീതിയും അകന്നു പോകുമെന്ന് പറയാണ്. ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആ ശക്തി വിശേഷത്താണ് ഈ ലോകമെല്ലാം അത് തന്നെയാണ്. അതിൻ്റെ മുന്നിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മളെ കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം പല രൂപത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ 35 പറയാ, ഏ ഇന്ദ്ര, നാരായണാത്മക രക്ഷാകവചത്തെ പറ്റി ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ അസുര സേനാനികളെ ജയിക്കാം. ഈ തരത്തിൽ നിനക്ക് അസുര ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് അസുര സേനകളെയെല്ലാം വിജയിക്കാൻ പറ്റും. ഇതിനെ ധരിക്കുന്നവൻ 36 പറയാണ്, ഇതിനെ ധരിക്കുന്നവൻ കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ അല്ലെങ്കിൽ പാദം കൊണ്ട് എന്തെങ്കിലും സ്പർശിച്ചാൽ പാദം കൊണ്ട് സ്പർശിക്കുക, ആ വിധം ഭയപ്പാടിൽ നിന്നും മുക്തമാണ്. അവനൊന്ന് നോക്കിയാൽ മതി. അങ്ങനെയുള്ള ആൾ നോക്കിയാൽ തന്നെ അങ്ങനെയുള്ള, അതായത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നവര്, ഇത് ധരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ കാലുകൊണ്ടൊന്ന് സ്പർശിച്ചാൽ തന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും അകന്നു പോകും. എന്നിട്ട് 37 പറയും, ഈ വിദ്യ ധരിച്ചവന് രാജാവ്, കൊള്ളക്കാർ, ദുർഗ്രഹങ്ങൾ, പുലി, സിംഹം മുതലായവയിൽ നിന്നും ഒരിക്കലും ഭീതി ഉണ്ടാകില്ല. ഈ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു ജീവികളിൽ നിന്നും ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരിക്കലും ഭീതി ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. കാരണം ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാരായണൻ തന്നെയാണ് നമ്മൾ. പുലി വരുന്നുണ്ടെങ്കിൽ ആ പുലി നാരായണൻ തന്നെയാണ്. ഇവിടെ ചിന്തിക്കേണ്ട എന്താണെന്ന്, ആ നാരായണനാണ് തീരുമാനിക്കുന്നത് നമ്മളെ പുലി പിടിക്കണോ വേണ്ടിയോ. പുലി നമ്മളെ പിടിക്കണ്ടെന്നാണ് നാരായണന്റെ തീരുമാനമെങ്കിൽ പുലി തൊടാൻ പോകുന്നില്ല. അല്ല, പുലി കടിച്ചിട്ടാണ് മരിക്കണം വിധിയെങ്കിൽ മരിച്ചേ പറ്റും. പിന്നെ ഭയന്നിട്ട് എന്താ കാര്യം? അല്ല, അതിൻ്റെ തീരുമാനപ്രകാരമാണ് കാര്യത്തിൽ. ഒരു നാടകത്തിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല, കഥാകൃത്ത് എഴുതിയ മാതിരിയാണ് കഥ അവസാനിക്കുന്നത്. ആ തരത്തിൽ കാണണം. ഇനി 38 പണ്ട് ഇത് കൗശക ഗോത്രനായ ഒരു ബ്രാഹ്മണൻ ധരിച്ചിരുന്നു. ഒരു ഉദാഹരണമായി ഒരു ഇത് പറയുകയാണ്. അദ്ദേഹം യോഗാഭ്യാസത്തിലൂടെ ദേഹത്തെ ഉപേക്ഷിച്ചു. അദ്ദേഹം ഇത് ധരിച്ചിരുന്നു. ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി, ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കിയിരുന്നു എന്ന് ധരിച്ചാൽ മതി. ഇത് മനസ്സിലാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ
പ്രപഞ്ചം മുഴുവൻ അതാണ് ബ്രഹ്മമായി മാറിയത്, ഞാനും ബ്രഹ്മം തന്നെ. ആ സത്യം മനസ്സിലാക്കിയിട്ട് അതേ യോഗാഭ്യാസത്തിലൂടെ ദേഹത്തെ ഉപേക്ഷിച്ചു, ബ്രഹ്മസാക്ഷാത്കാരം നേടി. 39 പറയുകയാണ്, യാതൊരിടത്ത് ബ്രാഹ്മണന്റെ ദേഹം ത്യജിച്ചുവോ, എവിടെ വെച്ചാണോ അയാൾ ദേഹം ത്യജിച്ചത്, അതിലൂടെ ഒരിക്കൽ ചിത്രരഥൻ എന്ന ഒരു ഗന്ധർവ രാജാവ് സ്ത്രീജനത്തോടുകൂടി വിമാനത്തിൽ യാത്ര ചെയ്യായിരുന്നു. ഇയാളെ ദേഹം ത്യജിച്ചതിന്റെ മുകളിലൂടെ ഒരു ഗന്ധർവൻ സ്ത്രീജനങ്ങളോടുകൂടി വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. എൻ്റെ 40 അവൻ പെട്ടെന്ന് ആകാശത്ത് നിന്നും വിമാനത്തോടുകൂടി തലകീഴായിട്ട് മൂക്കോട്ട് വീണ് ആ സ്ഥലത്തെത്തിയപ്പോൾ താഴത്ത് വീണു. അത്രയും ആ സ്ഥലത്തിന് അത്രയും ദിവ്യത്വം എന്നാണ് പറയുന്നത്. എന്നിട്ടോ അപ്പൊ ബാലഖില്യ മുനിമാരുടെ ഉപദേശപ്രകാരം അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അവന്റെ അസ്ഥികളെല്ലാം, ഈ ബ്രാഹ്മണന്റെ അസ്ഥികളെല്ലാം പൊറുക്കിയെടുത്ത് കിഴക്കോട്ടുള്ള സരസ്വതി നദിയിൽ നിക്ഷേപിച്ചു. എന്നിട്ട് അവർ തിരിച്ച് സ്നാനം ചെയ്ത് തിരിച്ചുപോയി എന്ന് പറയാണ്. അപ്പൊ അത്രയും ശക്തിയാണ് ഈ സത്യം മനസ്സിലാക്കിയവൻ. അവൻ ലോകം തന്നെ കീഴടക്കിയവനാണ്. അതുകൊണ്ടാണ് മുകളിലോട്ട് വിമാനത്തിൽ സ്ത്രീകളുമായിട്ട് പോകുമ്പോഴേക്ക് വീണുപോയി. അത്രയും ശക്തി. ഭൗതികവാദികളെല്ലാം അത്രയും ശക്തിയിൽ വിമാനത്തിൽ പോവുകയാണെങ്കിൽ അവിടെ വീണുമ്പോൾ അത്രയും ശക്തിയാണ്. പിന്നെ എന്ത് ചെയ്ത് തന്നെ അവൻ്റെ അസ്ഥി എടുത്തിട്ട് നദിയിൽ ഒഴുക്കി എന്ന് പറയാം. അപ്പൊ ഇത് ധരിച്ചതിന്റെ പ്രത്യേകത അത്രയാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ 41 യാതൊരാള് വേണ്ട കാലത്ത് ഇത് കേൾക്കുക ധരിക്കുകയോ ചെയ്താല്, ആരെങ്കിലും വേണ്ടുന്ന കാലത്ത് ശരിയായ കാലത്ത് ഇത് കേൾക്കുകയും ധരിക്കുകയും ചെയ്താല് അവനെ മറ്റുള്ളവരെല്ലാം നമസ്കരിക്കും എന്ന് പറയുകയാണ്. അവൻ അത്രയും ദിവ്യമായി മാറുകയാണ്. അപ്പം ബ്രഹ്മത്തിന് സമാനമായി മാറുകയാണ് ഈ സത്യം മനസ്സിലാക്കിയത്. കാരണം അവൻ മനസ്സിലാക്കുന്നത് ഞാൻ തന്നെയാണ് ബ്രഹ്മം. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെല്ലാവരും അയാളെ നമസ്കരിക്കും. എല്ലാ ഭയവും അകന്നു പോവുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു ഭയം അല്ലെ, ആരെയും ഒരാളെയും ഇവന് ഭയം, ഒന്നിനെയും ഭയം ഉണ്ടാവില്ല. അവരുടെ ഭയം നിശേഷം നശിക്കും. 42 ദേവേന്ദ്രൻ വിശ്വരൂപനിൽ നിന്നും ലഭിച്ച ഈ കവചമന്ത്രം കേട്ട് ധരിച്ചിട്ട് യുദ്ധത്തിൽ അസുരന്മാരെ എല്ലാം പരാജയപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം 3 ലോകത്തിൻ്റെ രാജാവായിട്ട് ആദ്യം വാഴാൻ തുടങ്ങി. അത്രയും ദിവ്യമാണ്. അതായത് സത്യത്രയേ ഉള്ളൂ, നമ്മൾ ആ ബ്രഹ്മം തന്നെയാണ്, നമ്മൾ ആ ഈശ്വരൻ തന്നെയാണ്, നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്ന അതാണ്. അത് തീരുമാനിച്ചവരെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന തത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയത്തിന് കാരണമില്ല, അർത്ഥമില്ല. ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവരെ